ഫാദർ സബിൻ തൂമുള്ളിൽ, നമുക്കറിയാം 2026 ഈ വർഷത്തിന്റെ തുടക്കം തന്നെയാണ്. തുടക്കത്തിലെ ആദ്യത്തെ ഒരു ചർച്ചയാണ്, നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ഒരു ചർച്ചയാണിത്. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഇതാണ്. മുൻ വർഷങ്ങൾ, പ്രത്യേകിച്ച് 2025, 2024 വർഷങ്ങളിൽ കേരളത്തിൽ സഭ നേരിട്ട പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, തെരുവിലിറങ്ങേണ്ടി വന്ന അവസ്ഥ, അതിന്റെ പശ്ചാത്തലത്തിൽ 2026ലേക്ക് കേരളത്തിലെ ക്രൈസ്തവ സമുദായം കാലെടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇനി വരാൻ പോകുന്ന വെല്ലുവിളികൾ, പ്രത്യേകിച്ച് ഈ വർഷത്തെ വെല്ലുവിളികളെ എങ്ങനെ നോക്കിക്കാണണം, രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എന്തൊക്കെ? ഫാദർ സബിൻ തൂമുള്ളിൽ. ആദ്യം തന്നെ എല്ലാവർക്കും പുതുവത്സരത്തിന് മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. 2026ലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ, കരുത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൽ സീറോ മലബാർ സഭയെ സംബന്ധിച്ച് ഇതൊരു പ്രതീക്ഷയുടെ ഒരു കാലമാണ്. കാരണം സീറോ മലബാർ സമുദായ ശക്തീകരണ വർഷം 2026 ആചരിക്കുന്നു. അപ്പൊ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു സഭയൊന്നാകെ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. രണ്ട് രീതിയിൽ ആ പ്രവർത്തനം നടക്കണം. ഒന്ന്, അകത്തു നിന്ന് സ്വയം ശക്തിപ്പെടുത്താനുള്ള ഒരു പരിശ്രമം നടത്തുക. രണ്ടാമത്തേത്, പുറമേ നിന്ന് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഈ സമുദായത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക. ഈ രണ്ട് മേഖലകളിലും ഒരുപോലെ ശ്രദ്ധയൂന്നിയിട്ടാണ് 2026 എന്ന് പറയുന്ന ഒരു വർഷത്തെ സമുദായ ശക്തീകരണത്തിനായിട്ട് നോക്കിക്കാണാമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. നമുക്കറിയാം, നമ്മൾ പ്രതിസന്ധികൾ ഏറെയുണ്ട്. പ്രത്യേകിച്ച് ഉള്ള ഒരു പ്രതിസന്ധി നമ്മൾക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത്, നമ്മളുടെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് നമ്മളുടെ പല കരോൾ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടത് നമ്മൾ കണ്ടു. അതിനെ എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളും മാധ്യമങ്ങളും അതിനെ വ്യാഖ്യാനിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡിസംബർ മാസം അവസാനമായപ്പോഴേക്കും ക്രൈസ്തവരോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ തോന്നിയതിന്റെ പിന്നിലുള്ള ഒരു ആദർശം എന്ന് പറയുന്നത്, ക്രൈസ്തവരെ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് തന്നെ ചേർത്ത് നിർത്തുക ഒരാവശ്യമാണ് എന്ന് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പരമ്പരാഗത രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് ഒരു മൂന്നാം മുന്നണിയിലേക്ക് ക്രൈസ്തവർ കൂടുതലായിട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഭയപ്പാട്, അത് ചിലയിടങ്ങളിൽ തിരുവനന്തപുരം പോലെയുള്ള കോർപ്പറേഷൻ പോലെയുള്ള മേഖലകളിൽ അലയടിച്ച ചില മാറ്റങ്ങൾ. അപ്പോൾ ഇതൊക്കെ ക്രൈസ്തവർ രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീന ശക്തിയായിട്ട് മാറുന്നുണ്ട് എന്ന് ചിന്തിപ്പിക്കാൻ ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ BJP പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിനെ ആദർശപരമായിട്ട് തന്നെ ചെറുക്കാനുള്ള ഒരു പരിശ്രമം മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം, 2026 അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ്. ആ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായം എങ്ങനെ നിർണായകമായിട്ട് തീരുന്നു എന്നത് ഓരോ സമുദായ അംഗവും വ്യക്തിപരമായിട്ട് കൂടുതൽ ചിന്തിക്കുകയും പഠന വിഷയമാക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 4 വർഷം മുമ്പ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയോഗിച്ചതും ആ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെട്ടിട്ട് ഏകദേശം 2 വർഷം പൂർത്തിയാകുന്നു. 164 നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾക്കായിട്ട് നൽകിയെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് തുടർ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെ പോകുന്നു. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, സമുദായം ശക്തീകരിക്കപ്പെടണമെങ്കിൽ ഈ ക്രൈസ്തവ സമുദായത്തിന് സർക്കാർ തലത്തിൽ നിന്ന്, ഗവൺമെന്റുകളിൽ നിന്ന് ലഭിക്കേണ്ട ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായിട്ട് പുറത്തുവിടുക എന്നുള്ളതും, ആ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമുദായ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് അതിലേറ്റവും പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങൾ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള പരിശ്രമം നിലവിലുള്ള സർക്കാർ അത് അടിയന്തരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ജോർജി, എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം, കേരളത്തിലെ ക്രൈസ്തവരുടെ
ഒരു രാഷ്ട്രീയത്തെ, ഇവിടെയുള്ള രാഷ്ട്രീയ വീക്ഷണത്തെ ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം അല്പം വില കുറച്ച് കാണുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം കേരളത്തിൽ ക്രൈസ്തവ സമുദായത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ളത്. അതിപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അതിന് മുതിരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ നമുക്ക് പരമ്പരാഗതമായിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ പ്രസ്ഥാനം ഇവിടെയുണ്ട്. അവരുടെ വായിൽ നിന്ന് ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറയാതെ പോകുന്നു? അതിന് പകരം നോർത്ത് ഇന്ത്യയിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കാൻ അവരിവിടെ പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. ഞാൻ അതിന്റെ അകത്ത് എനിക്കതിന്റെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതായത് കേരളത്തിലെ ക്രൈസ്തവരുടെ അവകാശത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, പ്രതിസന്ധി എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ ശാരീരികമായിട്ട് ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവരുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളതാണ്. അതൊരു വസ്തുതയായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർ ഇടതങ്ങി പാർക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പ്രത്യേകിച്ച് മിഷൻ പ്രദേശങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ സമർപ്പിതർ പോകുന്നത് കേരളത്തിലെ ദൈവവിളി സ്വീകരിച്ചുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാകാത്തത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാനത് പറഞ്ഞു വരുന്നതിന് കാരണം കേരളത്തിലെ ക്രൈസ്തവ സമുദായം ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ഇന്ത്യ ഒട്ടാകെയുള്ള ക്രൈസ്തവ സമുദായം ശക്തിപ്പെടുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് കാണുന്ന ഒരു പ്രതിഭാസം എന്താണ്? ജനസംഖ്യയിൽ ക്രൈസ്തവർ ക്രമാതീതമായിട്ട് താഴെ പോയിരിക്കുന്നു. ഏകദേശം 16% താഴ്ന്നിരിക്കുകയാണ്. അതിന് ആക്കം കൂട്ടുന്ന തരത്തിൽ വലിയൊരു അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുള്ളത് ക്രൈസ്തവ യുവത, കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും യുവത പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ സംഭവിക്കുന്നത് ക്രൈസ്തവ സമുദായത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമുദായത്തിലെ യുവജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഇവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ജോലി സാധ്യതകളില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കാതെ പോകുന്നു. എന്തിനേറെ കാർഷിക മേഖല ക്രൈസ്തവരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ്. കാർഷിക മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണം, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതാകുന്ന അവസ്ഥ, വിപണന മേഖലകളിൽ നേരിടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് മുതിരുന്ന ക്രൈസ്തവ സമുദായത്തിലെ വ്യക്തികൾക്ക് ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കാതെ പോകുന്ന പ്രതിസന്ധികൾ. ഇങ്ങനെ ക്രൈസ്തവ സമുദായത്തിലെ യുവജനങ്ങളെ ഇവിടെ കേരളത്തിൽ നിലയുറപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ ആശങ്കപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും ചെയ്യുന്ന ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ഥിരം വോട്ട് ബാങ്ക്, ഒരു ഫിക്സഡ് വോട്ട് ബാങ്ക് ആയിട്ട് ക്രൈസ്തവ സമുദായത്തെ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണുകയും ആ ഫിക്സഡ് വോട്ട് ബാങ്കിനെ വൈകാരികമായിട്ട് നിലനിർത്താനായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. അവരോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാ, നിങ്ങൾ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ച് ചിന്തിച്ചാൽ അവര് നിങ്ങളെ നശിപ്പിക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ നശിപ്പിക്കുമായിരിക്കും. ക്രൈസ്തവർക്ക് അതിനെക്കുറിച്ച് ആകുലതകളുണ്ട്, ഉത്കണ്ഠകളുണ്ട്. പക്ഷേ ക്രൈസ്തവർ ഉയർത്തിപ്പിടിക്കുന്ന രണ്ടാമത്തെ ഘട്ടം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെങ്കിൽ ഒരു വശത്താണ് ഈ തീവ്ര ഹിന്ദുത്വ അജണ്ടകളിലൂടെ ക്രൈസ്തവ സമുദായം നശിപ്പിക്കപ്പെടുന്ന പ്രതിസന്ധി നേരിടുന്നത്. മറുവശത്ത് ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയാണ് ഞാൻ മുൻപേ സൂചിപ്പിച്ച ന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനം, സംവരണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ക്രൈസ്തവ സമുദായം നേരിടുന്ന പ്രതിസന്ധികൾ, കാർഷിക മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികൾ, വിദ്യാഭ്യാസ മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, ജോലി സംബന്ധമായിട്ടുള്ള മേഖലകൾ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികൾ. ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം വേണ്ട രീതിയിൽ ക്രിയാത്മകമായിട്ട് ഇടപെടാത്തത്? അതുകൊണ്ട് ഈ ഒരു 2026 സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, സമുദായ ബോധമുള്ള ഏതൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഈ ക്രൈസ്തവ സമുദായത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി എന്ത് പ്രയോജനകരമായിട്ടുള്ള കർമ്മ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്? അത് ചോദിക്കാനുള്ള സമയമാണ് 2026 എന്ന ഒരു ചിന്തയാണ് എനിക്ക് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത്, ജോർജ്.